കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 1, തിരുവചനങ്ങൾ 26 മുതൽ. അക്കാലത്ത് ഗബ്രിയേൽ ദൂതൻ ഗലീലിയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരുള്ള പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയമെന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇത് എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിൻ്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യയെന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുൻപിൽ നിന്നും മറഞ്ഞു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മളുടെ എല്ലാം ക്രിസ്മസ് ഒരുക്കങ്ങളുടെ ഏറ്റവും അടുത്ത ദിവസങ്ങളാണിത്. ഇന്ന് രാത്രിയിൽ ജാഗരപൂജയോടുകൂടി കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ കർത്താവിൻ്റെ ജനനത്തിൻ്റെതായ എല്ലാ കൃപകളിലേക്ക് നമ്മൾ ആഴപ്പെടാൻ ഒരുങ്ങുകയാണ്. ഇന്നത്തെ ആദ്യ വായനയിൽ നമുക്കെല്ലാവർക്കും പരിചിതനായ ദാവീദ് രാജാവിൻ്റെ ഒരു വലിയ ആഗ്രഹത്തെ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ഏറ്റവും മനോഹരമായ ഭവനത്തിൽ വസിക്കുകയും എൻ്റെ ദൈവം ഒരു കൂടാരത്തിൽ വസിക്കുകയും ചെയ്യുന്നത് എങ്ങനെ ശരിയാകും? ആയതിനാൽ എൻ്റെ ദൈവത്തിന് വേണ്ടി ഏറ്റവും മനോഹരമായ ഒരു ദേവാലയം ഞാൻ പണി കഴിക്കും. പ്രിയമുള്ളവരെ, ദൈവത്തിന് എപ്പോഴും ഏറ്റവും ഉത്തമമായത് കൊടുക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു ആഗ്രഹമുണ്ടാകണമെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുവാൻ. ദാവീദ് ഒരു പക്ഷേ തൻ്റെ രാജ്യത്വം കിട്ടിയതിന് ശേഷമുള്ള ആദ്യത്തെ നാളുകളിലൊന്നും ഇതിനെക്കുറിച്ച് കാര്യമായി ചിന്തിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ ദൈവം തന്നെ അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ഒത്തിരി യുദ്ധങ്ങൾ ജയിച്ചു, വലിയൊരു കൊട്ടാരം പണിതു. ഒക്കെ ദൈവം തന്നെ അനുഗ്രഹിച്ചതിൻ്റെ ആ ഒരു അവബോധത്തിലേക്ക് ദാവീദ് വന്നപ്പോൾ ദാവീദിൻ്റെ മനസ്സിലുണ്ടായ ചിന്ത എന്താണ്? എൻ്റെ ദൈവത്തിന് ഞാനൊന്നും കൊടുത്തില്ലല്ലോ. ദൈവം എപ്പോഴും വെറും ഒരു കൂടാരത്തിൽ വസിക്കുകയാണ്. ദൈവത്തിന് എനിക്ക് നൽകാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ സമ്മാനം ദൈവം വസിക്കുന്ന ഏറ്റവും മനോഹരമായൊരു ആലയം എനിക്ക് പണി കഴിപ്പിക്കണം. പലപ്പോഴും നമ്മൾ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നോടം വരെ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവസന്നിധിയിൽ ത്യാഗങ്ങളെടുക്കും, ദൈവം തരുന്ന അനുഗ്രഹങ്ങളെയെല്ലാം നമ്മൾ സ്വീകരിക്കും. എന്നാൽ അതിനുശേഷം ദൈവം എന്നെ ഇത്രയേറെ സ്നേഹിച്ചു, ദൈവം എന്നെ ഇത്രയേറെ അനുഗ്രഹിച്ചു, ഇനി ഞാൻ ദൈവത്തിന് എന്ത് കൊടുക്കും? ദൈവം എന്നെ സ്നേഹിച്ചതുപോലെ ദൈവത്തെ സ്നേഹിക്കുവാൻ, ദൈവത്തിന് അല്പമെങ്കിലും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഉത്തമമായത് നൽകുവാൻ ഞാൻ പരിശ്രമിക്കുന്നുണ്ടോ? അതോ എല്ലാം കിട്ടിക്കഴിഞ്ഞ് മിച്ചമുള്ളത് മാത്രമാണോ ഞാൻ ദൈവത്തിന് കൊടുക്കുക? പ്രാർത്ഥനയുടെ കാര്യം എടുക്കാം. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ദിവസത്തെ സമയത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗം, മിനിമം എന്ത് തിരക്കുണ്ടെങ്കിലും മിനിമം ഒരു അരമണിക്കൂറെങ്കിലും അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ദൈവസന്നിധിയിലായിരിക്കുവാനും ഞാൻ പരിശ്രമിക്കുന്നുണ്ടോ? മറ്റെന്ത് എമർജൻസി വന്നാലും നമ്മൾ ഓടിപ്പോകും. എന്നാൽ ദൈവത്തിന് കൊടുക്കേണ്ട സമയത്തെ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. എല്ലാ തിരക്കും കഴിഞ്ഞ് പറ്റുമെങ്കിൽ എന്ന് ഇച്ചിരി നേരം കുരിശ് വരയ്ക്കാം. ഇത് ഒത്തിരി യാത്ര ചെയ്ത് ക്ഷീണിച്ചൊരു ദിവസമായിരുന്നു. ഇന്നതുകൊണ്ട് വലിയ കാര്യമായിട്ട് കുരിശ് വരയ്ക്കേണ്ട, കർത്താവിൻ്റെ മാലാഖ മാത്രം ചൊല്ലിപ്പോയി കിടക്കാം. പ്രിയമുള്ളവരെ, ദൈവം എൻ്റെ ജീവിതത്തിൽ കോംപ്രമൈസ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ?
നമ്മൾ ഒരിക്കലുമില്ല. ദൈവം എൻ്റെ എല്ലാ ജീവിത മേഖലകളിലും ഇടപെടണമെന്നും ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് എനിക്ക് തരണമെന്നും എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും എന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി ദൈവസന്നിധിയിൽ നിരന്തരം ഞാൻ പ്രാർത്ഥിക്കുന്നുമുണ്ട്. സഹനങ്ങളുടെ വേളകളിലും കഷ്ടപ്പാടുകളിലും ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും ഞാൻ ദൈവത്തോട് ഇടപെടാതെ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിന് ഏറ്റവും ഉത്തമമായത് ഞാൻ കൊടുക്കുന്നുണ്ടോ? ആ ഒരു വേദനയിൽ നിന്നുകൊണ്ടാണ് ദാവീദ് എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായൊരു ദേവാലയം ദൈവത്തിന് വേണ്ടി പണി കഴിപ്പിക്കണം. ഈശോയിൽ പ്രിയമുള്ളവരെ, ആലോചിച്ച് നോക്കാം. എൻ്റെ ദൈവം എനിക്ക് തരുന്ന സ്നേഹം, ആ ഓർമ്മപ്പെടുത്തലിലാണ് ഇന്ന് നമ്മൾ ആ 4ാമത്തെ തിരിയും തെളിച്ചത്. ദൈവം നമ്മോട് കാണിച്ച വലിയ സ്നേഹത്തിന് പകരമായിട്ട് ഞാൻ എന്തു കൊടുക്കും? ദൈവം എന്നിൽ നിന്നും എന്താണ് ആഗ്രഹം? എനിക്ക് ദൈവത്തിന് കൊടുക്കാൻ പറ്റുന്ന ഉത്തമമായത് എന്താണ്? എൻ്റെ സമയത്തിൻ്റെ നല്ലൊരു ഭാഗം, അല്ലെങ്കിൽ എൻ്റെ സമയം എപ്പോഴും ഞാൻ ദൈവത്തിന് വേണ്ടി നീക്കി വയ്ക്കും. ദൈവിക കാര്യങ്ങളിൽ കോംപ്രമൈസ് ഞാൻ ചെയ്യില്ല. കുരിശ് വരയ്ക്കുന്ന കാര്യത്തിലാണെങ്കിൽ, വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ, പള്ളിയിൽ പോകുന്ന കാര്യത്തിൽ ഈ ഒരു തിടുക്കം, അനുഗ്രഹം മേടിക്കാനുള്ള തിടുക്കം ദൈവത്തെ ആരാധിക്കാൻ നീ കാണിക്കുന്നുണ്ട്. നിൻ്റെ ആരോഗ്യം കൊണ്ട് നിൻ്റെ വിനോദങ്ങൾക്ക് വേണ്ടി നീ ഒത്തിരി സമയം ചെലവഴിക്കുന്നുണ്ട്. നിൻ്റെ ആരോഗ്യം, നിൻ്റെ സമ്പത്ത്, നിൻ്റെ സൗന്ദര്യം, ഇത്തരം കാര്യങ്ങൾക്കെല്ലാം നീ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ മുൻപിൽ നിനക്ക് നല്ലൊരു യശസ് ഉണ്ടാവണം, നല്ല ഒരു സ്റ്റാറ്റസ് ഉണ്ടാവണം, പ്രശസ്തി ഉണ്ടാവണം, പേരുണ്ടാവണം, ഇതിനൊക്കെ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എന്നാൽ ദൈവത്തെ അറിയിക്കുവാൻ, ദൈവത്തിൻ്റെ നാമം മറ്റുള്ളവരുടെ ഹൃദയങ്ങളിലും അധരങ്ങളിലും വരുവാൻ തക്കവണ്ണം നിൻ്റെ ആരോഗ്യത്തെ നീ ഉപയോഗിക്കുന്നുണ്ടോ? ദൈവം നിനക്ക് നൽകുന്ന റിസോഴ്സസ്, നിനക്ക് നൽകുന്ന സൗകര്യങ്ങൾ, നിനക്ക് നൽകുന്ന ചുറ്റുപാടുകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നിൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവരെ ആ ദൈവത്തിൻ്റെ കൃപയിലേക്ക് ആനയിക്കുവാനും നീ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? രണ്ടാമതായിട്ട് നമ്മൾ പലപ്പോഴും ഓർക്കും, ദൈവം പറഞ്ഞു ദാവീദിനെ നോക്കി, എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ മകനാണ് ഇത്. എന്നിട്ടും തൻ്റെ ആലയം പണി കഴിക്കാൻ ദാവീദിനെ ദൈവം അനുവദിക്കുന്നില്ല. ഒരുപക്ഷെ ആ സമയത്തെ ഏറ്റവും ദൈവത്തെ സ്നേഹിച്ച, ദൈവത്തെ അത്രയേറെ സാക്ഷ്യപ്പെടുത്തിയ ഒരു വ്യക്തിയായിരുന്നു ദാവീദ്. എങ്കിലും ദാവീദിൻ്റെ കൈകളിൽ പാപത്തിൻ്റെ കറയുണ്ട് എന്ന് പറഞ്ഞ്, പിന്നീട് ഞാൻ നിനക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ജീവിത നിയോഗം ഇതല്ല, നിൻ്റെ രാജ്യത്വത്തെ ഞാൻ എന്നേക്കുമായിട്ട് നിലനിർത്തുമെന്ന് പറഞ്ഞിട്ടും ദൈവം പറയുകയാണ്, എനിക്ക് വേണ്ട ആലയം നിർമ്മിക്കേണ്ടത് സോളമനാണ്. പ്രിയമുള്ളവരെ, എല്ലാം ദൈവം എനിക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നതാണെന്നൊരു ചിന്തയിലേക്ക് നമ്മൾ താണുപോകരുത്, വീണുപോകരുത്. മറ്റുള്ളവരെയും ദൈവം അനുഗ്രഹിക്കും. ജീവിതത്തിൻ്റെ എല്ലാം, ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം ദൈവം എനിക്ക് തരണം, അല്ലെങ്കിൽ നന്മയായിട്ടുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുമ്പോൾ പോലും ഇത് ദൈവം എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നുണ്ടോ? ഇത് ദൈവം എനിക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നതാണോ? ഞാനിത് ചെയ്യണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമാണോ എന്നൊക്കെ ചിന്തിക്കുന്നത് നല്ലതാണ്. ആ ഒരു വിവേചനം നമ്മുടെ ജീവിതത്തിലും വേണം. നന്മയായിട്ടുള്ളതും പ്രഥമ ദൃഷ്ടിയ ഏറ്റവും മനോഹരമായിട്ടുള്ളതും എല്ലാം ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കണമെന്നില്ല. അപ്പോൾ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിവ്, എൻ്റെ ജീവിതത്തിൽ നിന്നും ദൈവം എന്നിൽ നിന്നും എന്ത് പ്രതീക്ഷിക്കുന്നു, ദൈവം എന്നോട് എന്താണ് ആവശ്യപ്പെടുന്നത്. നമ്മളായിരിക്കുന്ന ഓരോ ജീവിത മേഖലകളിൽ ഞാൻ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാ, എന്നിൽ നിന്ന് ഇപ്പോൾ ഇവിടെ ദൈവം എന്താഗ്രഹിക്കുന്നു? നിങ്ങളിപ്പോൾ ഇവിടെ ഈ ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോൾ നമ്മളോട് ചോദിക്കുക, ഞാൻ ഈ പരിശുദ്ധ കുർബാനയിൽ വന്നിരുന്ന് ഇവിടെ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ഈ ദേവാലയത്തിൽ വന്നിരിക്കുമ്പോൾ ദൈവം ഇപ്പോൾ ഇവിടെ എന്നിൽ നിന്നും എന്ത് ആഗ്രഹിക്കുന്നു? നിങ്ങൾ തിരിച്ച് ഡ്രൈവ് ചെയ്തോ നടന്നോ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങളായിരിക്കുന്ന ആ ഒരു ചെറിയ നിമിഷത്തിലും ആലോചിക്കണം, ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ദൈവം എന്നിൽ നിന്ന് എന്താഗ്രഹിക്കുന്നു? ഞാൻ വഴിയിലൂടെ നടന്നു പോകുമ്പോഴും ദൈവം ഇപ്പോൾ എന്നിൽ നിന്നും എന്താണ് ആഗ്രഹിക്കുന്നത്? ഇത് നമ്മുടെ ദൈവവിളിയുടെ വലിയൊരു രഹസ്യമാണ്. നമ്മുടെ ദൈവവിളിയെക്കുറിച്ച് പറയുമ്പോൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്. ദൈവം നമ്മളെ വിശുദ്ധിയിലേക്ക് വിളിച്ചിരിക്കുന്നു. അതിനേക്കാളൊക്കെ ഉപരി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ദൈവവിളിയുണ്ട്. കുടുംബജീവിതമോ പൗരോഹിത്യമോ സന്യാസമോ ഏകസ്വ ജീവിതമോ ഒക്കെ എൻ്റെ ദൈവവിളിയാണ്. പക്ഷേ അതിനെല്ലാം മാറ്റുകൂട്ടുന്നത്, അതിനെയെല്ലാം അരക്കിട്ടുറപ്പിക്കുന്നത് എന്താണ്? ഓരോ നിമിഷവും ഞാൻ എന്നോട് ചോദിക്കുകയാണ്, ഈ ദൈവവിളി ഞാൻ എങ്ങനെ ജീവിക്കണം? ദൈവം എനിക്ക് തന്നിരിക്കുന്ന ജീവിതത്തെ ഞാൻ എങ്ങനെ ജീവിക്കണം? അത് ഓരോ നിമിഷവും എൻ്റെ മനസ്സിലുണ്ടായിരിക്കുന്ന ചോദ്യമാണ്. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ, ഓരോരുത്തരോടും ഇടപെടുമ്പോൾ ഞാൻ ചോദിക്കണം, ഇപ്പോൾ ഇവിടെ ഞാൻ എന്തു ചെയ്യണം? എനിക്കൊരു ഫോൺ കോൾ വരുമ്പോൾ, ഒരു സുഹൃത്തിനെ കാണാൻ വരുമ്പോൾ, എനിക്കിഷ്ടമില്ലാത്തൊരു വ്യക്തിയെ ഞാൻ കണ്ടുമുട്ടുമ്പോൾ, എന്നെ വേദനിപ്പിച്ച ഒരാളോട് ഞാൻ ഇടപെടുമ്പോൾ ദൈവത്തിനോട് ഞാൻ ചോദിക്കണം, ദൈവമേ ഇപ്പോൾ ഇവിടെ നീ എന്നിൽ നിന്നും എന്താഗ്രഹിക്കുന്നു? നമ്മുടെ ജീവിതത്തെ നമ്മൾ തിരിച്ചറിയുന്നതിനും കണ്ടെത്തുന്നതിനുമുള്ള വലിയൊരു മാർഗം അതാണ്. പലപ്പോഴും നമ്മൾ വിശാലമായതും
ഒത്തിരിയേറെ കാലങ്ങൾക്ക് മുൻപോ പുറകിലോട്ടോ ചിന്തിക്കുമ്പോഴും നമ്മൾ മറന്നു പോകുന്നൊരു ചെറിയൊരു കാര്യം ഇതാ, ഈ നിമിഷം ഇവിടെ ദൈവം എന്നിൽ നിന്നും എന്താഗ്രഹിക്കുന്നു. അതാണ് നമ്മുടെ ദൈവവിളിയുടെ ഏറ്റവും വലിയ രഹസ്യവും ഏറ്റവും ആഴത്തിലുള്ള ഫൗണ്ടേഷനും. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധ കന്യകാമറിയം ഗബ്രിയേലിൻ്റെ അഭിവാദനം സ്വീകരിക്കുന്ന നമുക്കെല്ലാം പരിചിതമായ മംഗളവാർത്തയുടെ സുവിശേഷ ഭാഗമാണ്. ഗബ്രിയേൽ മാലാഖ ദൈവസന്നിധിയിൽ നിന്നും ഈ ഒരു സന്ദേശവുമായി മാതാവിനെ ഗ്രീറ്റ് ചെയ്യുമ്പോൾ മാതാവ് അസ്വസ്ഥപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. മാതാവ് അസ്വസ്ഥപ്പെടും. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ സന്തോഷത്തിൻ്റെ രഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ അതിൽ ഒത്തിരിയേറെ സന്തോഷങ്ങൾ അതിൽ ഇൻവോൾവ് ആയിട്ടിരിക്കുന്ന ആളുകൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. പലപ്പോഴും മാതാവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ധ്യാനിക്കുന്ന സന്തോഷത്തിൻ്റെ മംഗളവാർത്തയുടെ രഹസ്യങ്ങളൊക്കെയും ഒത്തിരിയേറെ കഷ്ടപ്പാടിൻ്റെയും തിക്താനുഭവത്തിൻ്റെയും ഉദ്വേഗജനകമായ കുറേ നിമിഷങ്ങളുടെയും ഒക്കെ ഒരു കഥയാണ്. അത് മംഗളവാർത്തയും സന്തോഷവും ആകുന്നത് നമുക്കാണ്. ഒരു ബാലികയുടെ അടുത്ത് വന്ന് ഈ ഗബ്രിയേൽ മാലാഖ പറയുകയാണ്, ഒരു ടീനേജറാണ്, കൗമാരപ്രായമാണ്, നീ ഗർഭിണിയായി തീരും, നീ അടുത്ത ദിവസങ്ങളിൽ ഗർഭം ധരിക്കും, ദൈവശക്തിയാൽ നീ ഗർഭം ധരിക്കുമെന്നൊക്കെ പറയുമ്പോഴും നമുക്കറിയാം എത്ര വലിയൊരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സാധാരണ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്കറിയാം, ഈ ഒരു പ്രായത്തിൽ ആരും അറിയാത്തൊരു സ്ട്രേഞ്ചർ വന്ന് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും അത് സ്വീകരിക്കണമെങ്കിൽ എത്രമാത്രം ഹൃദയവിശാലതയോടെ ചിന്തിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കണം. മറിയം അസ്വസ്ഥപ്പെട്ട് ചോദിക്കുകയാണ്, ഇതെങ്ങനെ സാധിക്കും? ഇത് സാധിക്കാൻ എന്ത് സാധ്യതയാണുള്ളതെന്നല്ല, ഇതെങ്ങനെ സാധിക്കും? കാരണം ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പ്രിയമുള്ളവരെ, അവിടെയാണ് സക്രിയായും മറിയവും തമ്മിലുള്ള വ്യത്യാസം. സക്രിയ തെളിവാണ് ആവശ്യപ്പെടുന്നത്, ഇത് സംഭവിക്കുമെന്ന് എന്ത് ഉറപ്പാണ് ഉള്ളത്. എന്നാൽ മറിയം ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? അപ്പോൾ ദൂതൻ അവളോട് പറയുന്നൊരു കാര്യം ഇതാണ്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ഈശോയിൽ പ്രിയമുള്ളവരെ, എന്നിൽ നിന്നും ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട എല്ലാ നിയന്ത്രണവും അധികാരവും എൻ്റേതല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവം നിന്നിൽ നിന്നൊരു കാര്യം ആവശ്യപ്പെട്ടാൽ നിനക്ക് വേണ്ട കൃപയും ശക്തിയും ദൈവം തരും. നിന്നെ ദൈവം വിവാഹത്തിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വിവാഹത്തിൽ നല്ലൊരു ഭർത്താവായിട്ട് ജീവിക്കാൻ, നല്ലൊരു ഭാര്യയായിട്ട് ജീവിക്കാൻ, ആ കുടുംബത്തിന് നല്ലൊരു നാഥനായിട്ട് ജീവിക്കുവാൻ ദൈവം നിനക്ക് കൃപ തരുന്നുണ്ട്. നിനക്ക് ലഭിക്കുന്ന ദൈവവിളിയെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. നീ വിവാഹത്തിനായിട്ട് ആലോചിക്കുമ്പോൾ, നീ ഒരു വ്യക്തിയെ ജീവിത പങ്കാളിയാകുവാൻ ദൈവത്തോട് ആലോചിച്ച് തീരുമാനിക്കുമ്പോൾ നിൻ്റെ തീരുമാനത്തെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. നീ പ്രാർത്ഥിച്ചും ആലോചിച്ചും ഒരു പഠനത്തിനായിട്ട് പോകുമ്പോൾ നിൻ്റെ ആ തീരുമാനത്തെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. എല്ലാം നിൻ്റെ ശക്തിയാലല്ല എന്നൊരു ബോധ്യം ഉണ്ടാവണം. അതാണ് പരിശുദ്ധാത്മാവ് മറിയത്തോട് പറഞ്ഞത്, മാലാഖ മറിയത്തോട് പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ആ ഒരു കൃപയിലാണ് ഈ കാര്യങ്ങളെല്ലാം നിറവേറുന്നത്. 1 പത്രോസ് 5:6 മറക്കാതിരിക്കാം. കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിൽക്കുക. എല്ലാം നിൻ്റെ കരുത്തല്ല, എല്ലാം നിൻ്റെ സാമർഥ്യമല്ല, എല്ലാം നീ തന്നെ ചെയ്താലേ ശരിയാകുള്ളൂ, എല്ലാം ഞാൻ തന്നെ സെറ്റാക്കണം, എല്ലാം എൻ്റെ കഴിവും എൻ്റെ സാമർഥ്യവും എൻ്റെ കൃപയും എനിക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ള നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നിൽക്കുന്ന സ്വയം കേന്ദ്രീകൃതമായ ചിന്താഗതി വിട്ട്, എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്, എന്നെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ശക്തിപ്പെടുത്തും, ഞാൻ ദൈവത്തോട് സഹകരിച്ച് ഞാൻ ചെയ്യേണ്ടത് ചെയ്താൽ കർത്താവ് എന്നെ അനുഗ്രഹിക്കും എന്നൊരു ആഴമേറിയ ബോധ്യം നമുക്കുണ്ടാവണം. പരിശുദ്ധ മറിയത്തെ കാണുമ്പോൾ പ്രിയമുള്ളവരെ, ഏറ്റവും ആദ്യം നമ്മൾ സ്വീകരിക്കേണ്ടത് മറിയത്തിൻ്റെ മനോഭാവമാണ്. അതിലൊന്നാമത്തേത് മറിയത്തിൻ്റെ തുറവിയുള്ള ഹൃദയം. ഒരിക്കലും തൻ്റെ മുന്നിൽ ദൈവം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് നേരെ മനസ്സ് തിരിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ കാണുന്നില്ല മറിയത്തിൽ. പിന്നെയോ തൻ്റെ മുൻപിൽ ഇത്രയും അസാധ്യമെന്ന് തോന്നുന്ന ഒരു കാര്യം, ഇത്രയും ഷോക്കിംഗ് ആയിട്ടൊരു കാര്യം പറയുമ്പോഴും ഇതെങ്ങനെ സംഭവിക്കും, ഇതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യണം, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള തുറവിയോടുകൂടെ ദൈവത്തിൻ്റെ സന്ദേശങ്ങളെ സ്വീകരിക്കുന്ന മറിയത്തെ നമുക്ക് കാണാം. പലപ്പോഴും നമുക്കൊക്കെ ചിലപ്പോൾ ഭയമായിരിക്കാം, ദൈവം എന്നോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഞാൻ എത്രമാത്രം കാര്യങ്ങളെയൊക്കെ വിട്ടുകളയേണ്ടി വരും. ഞാൻ സ്വപ്നം കണ്ട സന്തോഷങ്ങൾ, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതമൊക്കെ ദൈവത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കപ്പെട്ടാൽ, ദൈവത്തിൻ്റെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങിത്തിരിച്ചാൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ദൈവം എന്നോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് യെസ് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ ആനന്ദം നഷ്ടപ്പെടുമോ എന്ന് ചിന്ത നമ്മളിലുണ്ടാവാം. പക്ഷെ മറിയം അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ തൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ടും ദൈവത്തിന് സമർപ്പിച്ചിട്ട് പറയുകയാണ്, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അതാണ് യഥാർത്ഥമായ വിശ്വാസത്തിൻ്റെ അനുസരണം.
ദൈവമേ, നീ എന്നിൽ നിന്ന് എന്താഗ്രഹിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ എന്നോട് പറയണം, ഞാൻ എന്ത് സംസാരിക്കണമെന്ന് നീ എന്നോട് പറഞ്ഞാലും, ഞാൻ എന്ത് നിനക്ക് വേണ്ടി ഉപേക്ഷിക്കണമെന്ന് നീ എന്നോട് പറഞ്ഞാലും ഞാൻ അതെല്ലാം തയ്യാറാണെന്നൊരു സമ്പൂർണ്ണ സമർപ്പണം. പ്രിയമുള്ളവരെ, നമ്മൾ സമർപ്പിക്കേണ്ടത് ഏറ്റവും ആത്യന്തികമായിട്ട് നമ്മുടെ സങ്കടങ്ങളോ നമ്മുടെ വിഷമങ്ങളോ നമ്മുടെ കഷ്ടപ്പാടുകളോ ഇത്തരം കാര്യങ്ങളൊന്നുമല്ല. ഇതെല്ലാം നമ്മൾ സമർപ്പിക്കേണ്ടതെന്നല്ല. എന്നാൽ ഏറ്റവും മനോഹരമായതും ഏറ്റവും ശ്രേഷ്ഠമായതും നിൻ്റെ ഹൃദയമാണ്, നിൻ്റെ തീരുമാനമാണ്, നിൻ്റെ സ്വാതന്ത്ര്യമാണ്. ദൈവത്തിന് നിൻ്റെ ജീവിതത്തിൽ ദൈവഹിതപ്രകാരം എന്തും ചെയ്യാനുള്ള ഒരു അധികാരം നീ വിട്ടുകൊടുക്കുമ്പോഴാണ് പൂർണ്ണമായൊരു സമർപ്പണം നിന്നിൽ സംഭവിക്കുന്നത്. ഞാൻ ദൈവത്തോട് ആമേൻ പറഞ്ഞിട്ട്, കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കാം, ഞാൻ നിനക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാം, എന്നാൽ എൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ഞാൻ പറയുന്ന ഇന്ന കാര്യങ്ങൾ എനിക്ക് സാധിച്ചു തരണം, നീ ഇന്ന സ്ഥലത്ത് വിട്ടാൽ ഇന്ന കാര്യങ്ങൾ എന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ എനിക്ക് തന്നാൽ ഞാൻ നിന്നെ സേവിക്കാം എന്നല്ല. ദൈവമേ, നീ കൽപ്പിച്ചാലും ദാസനിതാ ശ്രവിക്കുന്നു എന്ന് സാമുവേലിനെ പോലെ, പരിശുദ്ധ മറിയത്തെ പോലെ ദൈവം എന്നിൽ നിന്ന് എന്ത് ആവശ്യപ്പെട്ടാലും ദൈവമേ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ തയ്യാറാകുന്നു എന്ന് പറയാനുള്ളൊരു മനസ്സാന്നിധ്യം നമുക്കുണ്ടാവണം. നമ്മൾക്കും മംഗളവാർത്തയുണ്ട്. നമ്മുടെ ജീവിതത്തിലും ദൈവം നമുക്ക് സന്ദേശങ്ങൾ തരുന്നുണ്ട്. പരിശുദ്ധ മറിയത്തെ പോലെ നമ്മുടെ മംഗളവാർത്തകൾ ഒരുപക്ഷെ നമുക്കും ഷോക്കിംഗ് ആയിട്ട് തോന്നിയേക്കാം, ഭയാനകമായിട്ട് തോന്നിയേക്കാം, അസാധ്യമെന്ന് തോന്നിയേക്കാം, നമുക്ക് ഭീതിജനകമായിട്ട് തോന്നിയേക്കാം. ദൂതൻ നമ്മളോടും പറയുന്നുണ്ട്, അസ്വസ്ഥപ്പെടേണ്ട, ദൈവമാണ് ഇതെല്ലാം ചെയ്യുന്നത്. നീ തുറവിയോടുകൂടി ദൈവത്തെ സ്വീകരിച്ചാൽ മാത്രം മതി. രണ്ടാമത്തെ കാര്യം, നീ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ മതി. ദൈവം നിൻ്റെ ജീവിതത്തിൽ കൽപ്പിക്കുന്ന കാര്യങ്ങൾ നിറവേറാൻ തക്കവണ്ണം നീ ദൈവത്തിൻ്റെ കൃപയ്ക്ക് കീഴിൽ നിന്നെ തന്നെ സമർപ്പിക്കുക. അപ്പോൾ ദൂതൻ പറയുന്നൊരു കാര്യം ഇതാണ്, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവം നമ്മുടെ ജീവിതത്തിലും അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ മേലുള്ള എല്ലാ അധികാരവും ദൈവത്തിന് സമർപ്പിച്ച്, എല്ലാ നിയന്ത്രണവും ദൈവത്തിന് സമർപ്പിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയോട് സഹകരിക്കുമ്പോഴാണ്. മറിയത്തെ പോലെ ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ത്യാഗമായിരിക്കാം, സ്നേഹമായിരിക്കാം, സേവനമായിരിക്കാം, എപ്പോഴും അതിൽ സമർപ്പണം ഉണ്ട്. പൂർണ്ണ ധൈര്യത്തോടുകൂടെ ദൈവമേ നിൻ്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.